ഹായ് ഗൈസ്, ഇന്നിപ്പം രാവിലെ ഞാൻ അമ്പലത്തിലേക്കാണ് പോയി. അതിന് മുന്നേ എന്നെ ബിറ്റു എന്ന് വിളിച്ചിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട് ബിറ്റു. അപ്പം രാവിലെ അവന് കോട്ടയം വരെ പോകേണ്ട ചെറിയൊരു ആവശ്യമുണ്ട്. അങ്ങനെ കോട്ടയത്തോട്ട് പോകുവാണ്. ഞാൻ 8:30 എത്തുമെന്ന് പറഞ്ഞു. ഇപ്പം സമയം 9 മണി ആയിട്ടുണ്ട്, ഇതുവരെ എത്തിയിട്ടില്ല. വെയിറ്റിംഗ് ആണ്. അങ്ങനെ കോട്ടയത്തോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ബിറ്റു വന്നു. എന്നിട്ട് തന്നെ എന്തോ പരിപാടി? നേരെ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ചെയ്യുക. തിരിച്ച് കുമരകം വഴി കറങ്ങി വരാൻ പറ്റും. കുമരകം വഴി ഒന്ന് കറങ്ങി വരാൻ പറ്റുമെങ്കിൽ വരും. അങ്ങനെയുള്ള പ്ലാനാണ്. സമയം 1 മണിയാവുന്നു. കോട്ടയം കഴിഞ്ഞ് കുറച്ച് മുന്നോട്ട് വന്നപ്പോൾ ഞങ്ങൾ ശ്രീ ആര്യസ് എന്ന് പറഞ്ഞൊരു ഹോട്ടലുണ്ട്, കണ്ടു. ഫുഡ് അങ്ങനെ ഉണ്ടെന്ന് അറിയത്തില്ല. ഞങ്ങൾ എന്തായാലും ഒതുക്കി കഴിച്ചു നോക്കാം, എന്നിട്ട് പറയാം കൊള്ളത്തി എന്നുള്ള കാര്യം. ഞങ്ങളെ 2 ഊണ് പറഞ്ഞു വെയിറ്റിംഗ് ആണ്. സാമ്പാറുണ്ട്, പുളിശ്ശേരിയുണ്ട്, പായസമുണ്ട്, പപ്പടമുണ്ട്, തോരനുണ്ട്, ആവിയിലുണ്ട്, അച്ചാറുണ്ട്, മുളകുണ്ട്. ഫസ്റ്റ് തവണ ചോറ് ഞാൻ കഴിച്ചു. ഇപ്പോൾ 2ാമത് തവണ കുറച്ചുകൂടെ ചോറിട്ടു. നമ്മൾ ആ ഒരു പരിപ്പ് ഒന്ന് പ്രതീക്ഷിച്ചു, പരിപ്പ് കറി വന്നു. പുളിശ്ശേരി സാമ്പാറും അഡ്ജസ്റ്റ് ചെയ്തു. പരിപ്പില്ല കേട്ടോ. ഫുഡ് കഴിച്ചു. ഊണിന് 140 രൂപ. സത്യം പറഞ്ഞാൽ ആ 140 രൂപയ്ക്കുള്ള ഊണിനൊന്നും ഇല്ല. മാക്സിമം 100 രൂപ, അതിൽ കൂടുതൽ ആവേണ്ട ഒരു കാര്യമില്ല. എനിക്കൊന്ന് ആംബിയൻസ് ആണ് കാശ്. ഇല്ലടാ, എ സി ഇട്ടുണ്ടെന്ന് തോന്നുന്നു, ഒരെണ്ണം ഉണ്ടെന്ന് തോന്നുന്നു. ആംബിയൻസ് വിറ്റ് കാശുണ്ടാക്കണോ? പേര് മാത്രമേ ഉള്ളൂ കേട്ടോ. ആഹാരത്തിന് വലിയ ടേസ്റ്റ് ഒന്നുമില്ല, നോർമൽ ടേസ്റ്റ് തന്നെ. പിന്നെ പരിപ്പൂരി ഒന്നും പ്രതീക്ഷിച്ചു, പരിപ്പ് വന്നില്ല. പുളിശ്ശേരി സാമ്പാർ മാത്രം, മോരില്ല. പിന്നെ തോരൻ, പായസം കുഴപ്പമില്ല, കൊള്ളായിരുന്നു. ചോറ് നല്ല റോസരി ചോറായിരുന്നു, അത് കൊള്ളായിരുന്നു, കുഴപ്പമില്ല. പിന്നെ ഞങ്ങൾ ഒരു കപ്പലണ്ടി മിഠായി വാങ്ങി പോയിക്കോ. ഇപ്പോൾ കോട്ടയം ഉഴവൂർ എന്ന് പറയുന്ന സ്ഥലമാണ്. ഉഴവൂർ വന്ന് ബിറ്റു ഒരാളെ മീറ്റ് ചെയ്യാനുണ്ടായിരുന്നു. അങ്ങനെ അത് കഴിഞ്ഞ് ഞങ്ങളിപ്പോൾ തിരിച്ച് പോകാൻ പോവുകയാണ്. ഞങ്ങളിപ്പം കുമരകം ബോട്ട് കെട്ടി വണ്ടി ആ റോഡിൽ സൈഡിലേക്ക് കുറച്ച് ഒതുക്കിയിട്ട് കുറച്ച് സ്പോട്ടുകൾ നോക്കി ഇറങ്ങിയതാണ്. ആ സ്പോട്ടൊക്കെ ഇവിടെ കിടപ്പുണ്ട്. ഹൗസ് ബോട്ടല്ല, ഇത് ശിക്കാര ബോട്ടാണ്. ഹൗസ് ബോട്ട് എന്ന് പറഞ്ഞാൽ ഫുള്ള് കവർ ചെയ്യുമായിരുന്നു. നല്ലൊരു കാഴ്ച എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് കണ്ടോ, 1930 ഉണ്ടാക്കിയൊരു ക്ലോക്കാണ് കേട്ടോ. ജസ്റ്റ് കണ്ടപ്പോഴത്തേന് ഇങ്ങോട്ട് ഇതൊരു വീടിൻ്റെ പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. അതിനകത്ത് ഇങ്ങനെ പഴയ ക്ലോക്ക് ഇങ്ങനെ അടിച്ചത്, ക്ലോക്ക് സെറ്റ് ചെയ്തേക്കുന്നതാണ്. ഇപ്പോൾ വർക്കിംഗ് അല്ല, അത് പഴയതാണ്. ഇതിൻ്റെ ബാക്കിൽ മോട്ടറും കാര്യങ്ങളൊക്കെ കാണാം. ഗൈസ്, ഇതാണ് കുമരകം ബോട്ട് ജെട്ടി ഏരിയയാണ് കേട്ടോ. പക്ഷെ ഇവിടെ വെയിലാണ് കേട്ടോ, ഒരുപാട് അങ്ങോട്ട് നമുക്ക് സ്പേസ് ഇല്ല നിൽക്കാൻ. നോക്കട്ടെ ഗൈസ്, ഇവിടെ തന്നെ ഒരു കുരിശിൻ്റെ ഒരു ഇത് വെച്ചിട്ടുണ്ട്. വൈകുന്നേരങ്ങളിലൊക്കെ ഓക്കെയാണ്. ഇവിടെ ആദ്യമായിട്ടാണ് ഞാൻ വരുന്നത് കേട്ടോ. ഒരുപാട് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് ആ സൈഡിൽ ഒരു കുരിശ് കാണും. ഞങ്ങൾ കോട്ടയം വരെ വന്നു. ഇവിടം വരെ ഒന്ന് കയറിയിട്ട് പോവാം, ജസ്റ്റ് ഇവിടെയൊക്കെ എന്തൊക്കെ ഉണ്ടെന്ന് കണ്ടിട്ട് പോകാമെന്ന് പറഞ്ഞ് കയറിയതാണ്. ഇപ്പോൾ സമയം 3 മണി ആയിട്ടുണ്ട്. വെയിൽ താന്നാലേ കാര്യമുള്ളൂ. സാധാരണ ഈ വെക്കേഷൻ ആയാലും തിരക്കും കാര്യങ്ങളൊക്കെ കാണേണ്ടുള്ളതാണ്. എനിക്കൊന്നും ചിലപ്പോൾ വേറെ ഏരിയ കാണും ഇല്ലടാ, ഇത് ഏരിയ ആയിരിക്കത്തില്ല, വേറെ ഏരിയ കാണും. വെക്കേഷനായിട്ട് ഒരുപാട് പിള്ളേരെയൊക്കെ ആയിട്ട് ഫാമിലീസൊക്കെ വരണുള്ള സമയമാണ്. നമ്മളെ സർക്കാരിൻ്റെ ബോട്ടാണ്. ഇവിടെ കോട്ടയത്ത് അടുത്താണല്ലോ, ഇടുക്കി നീ വണ്ടി വെച്ചിട്ട് അവൻ അതവൻ കയറ്റിയതാണ്. ഏതാലോചിച്ചാ അവൻ കയറ്റിയതിനു ശേഷം അവൻ കൊടുക്കുന്നത്. ഇവിടെ നമ്മൾ ഈ റൂട്ടല്ലേടാ, അങ്ങനെ അവൻ ഇവന്റെ ഒരു സിറ്റി എടുത്തതാണ്. ഹോണ്ട സിറ്റി ഓൾട്ടർ ചെയ്ത് നല്ല അടിപൊളിയായിട്ട് മോഡിഫൈ ചെയ്തിട്ടുണ്ട്. കറക്റ്റ് സ്പോർട്സ് കാറിനാണെങ്കിൽ. ഞങ്ങളിപ്പോൾ ചായ കുടിക്കാൻ ഇപ്പോൾ ചങ്ങനാശ്ശേരിയിലാണ്. ചങ്ങനാശ്ശേരി ചായ കുടിക്കാൻ അങ്ങനെ ഞാൻ തിരിച്ചു വന്നപ്പോഴത്തേക്ക് 8 മണി ആയിട്ടുണ്ട്. ഇപ്പം ഒരുപാട് ബ്ലോക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ കുറച്ച് ലേറ്റായി. അങ്ങനെ വരുന്ന വഴിക്ക് കുറച്ച് കൊന്നപ്പൂവും കാര്യങ്ങളൊക്കെ വാങ്ങി അങ്ങനെ വീട്ടിലെത്തി. അപ്പോൾ ഇത്രയേ ഉള്ളൂ. പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വേണ്ടി വരാം. അതൊരു സൈനിങ് ഓഫ്.